എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രജിതൻ. ഔഷധി പഞ്ചകർമ്മ ആശുപത്രി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂപ്രണ്ടാണ്. പ്രമേഹം ആയുർവേദ വിധിപ്രകാരം 20 തരം പ്രമേഹമാണ് പറയുന്നത്. അത് ഇങ്ങനെ വാതപ്രമേഹം 4 എണ്ണം, പിത്തപ്രമേഹം 6 എണ്ണം, കഫപ്രമേഹം 10 എണ്ണം, അങ്ങനെ 20 തരം പ്രമേഹമാണ് ആയുർവേദത്തിൽ പറയുന്നത്. അത് മോഡേൺ ഇതനുസരിച്ച് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റും ഇൻസുലിൻ ഉപയോഗിക്കാത്തതും ആയിട്ട് രണ്ടായി പ്രധാനമായിട്ട് തിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹമുണ്ട്, പിന്നെ ഗർഭിണികൾക്കുള്ള പ്രമേഹമുണ്ട്. അങ്ങനെ പ്രമേഹവും വിവിധ തരത്തിൽ പ്രമേഹ രോഗമുണ്ട്. പ്രമേഹത്തിന് വളരെയധികം അനുബന്ധമായിട്ട്, അതായത് ദീർഘകാലം പ്രമേഹത്തിന് ചികിത്സിക്കാതിരുന്നാലും ശരിയായ ചികിത്സ കൊടുക്കാതിരുന്നാലും കുറേ കാലങ്ങളായിട്ടുള്ള പ്രമേഹ രോഗികൾക്കും ഈ അനുബന്ധമായിട്ട് പല രോഗങ്ങളുണ്ടാകാറുണ്ട്. പ്രധാനമായും ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ, പിന്നെ ഡയബറ്റിക് കോമ, ഡയബറ്റിക് ന്യൂറോപ്പതി, ഇതൊക്കെ പ്രധാനമായിട്ട് പ്രമേഹ രോഗികളിൽ കാണാവുന്നതാണ്. പ്രധാനമായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി 4 തരത്തിലുള്ള ഡയബറ്റിക് ന്യൂറോപ്പതിന് പ്രമേഹ രോഗികളിൽ കാണാറുള്ളത്. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹ രോഗത്തിന് കൃത്യമായി ചികിത്സ കൊടുക്കാത്തതുകൊണ്ടാണ്, കൃത്യമായി കണ്ടെത്താത്തത് കൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. പെരിഫറൽ ന്യൂറോപ്പതി, അതേമാതിരി ഓട്ടോണോമിക് ന്യൂറോപ്പതി, പ്രോക്സിമൽ ന്യൂറോപ്പതി, ഫോക്കൽ ന്യൂറോപ്പതി ഇങ്ങനെ 4 തരത്തിലുള്ള ന്യൂറോപ്പതികളാണ് പ്രമേഹ രോഗികളിൽ സാധാരണ കണ്ടുവരുന്നത്. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കൈകാലുകളെയാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല പ്രമേഹ രോഗികളെയും കണ്ടാവും. കൈകാലുകളെ ബാധിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാലുകളെയാണ് പെരിഫറൽ ന്യൂറോപ്പതി. ഇപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ കാലുകൾക്കും കൈകൾക്കും തന്നെ ചുട്ടുപൊകച്ചിലുണ്ടാവുക, കുത്തിനോവ് ഉണ്ടാവുക, പിന്നെ നടക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ചില പ്രമേഹ രോഗികളെ കാണാം, നിലത്ത് കാല് കുത്തുമ്പോൾ ചവിട്ടിന്ന് ഉറപ്പ് തോന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൽ ചവിട്ടുന്ന പോലെ തോന്നുന്നു പറയും, ശരിക്കും ഉറച്ച് നിൽക്കാത്ത പോലെ തോന്നും. അതുപോലെ തന്നെ ചെരുപ്പ് ഊരിപ്പോവുക, ഇതൊക്കെ പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ ചിലപ്പോൾ കാലുമ മുറിഞ്ഞാൽ തന്നെ അവരറിയില്ല, രോഗി അറിയില്ല. വേറെ വല്ലവരും കണ്ടാലാണ്, ബ്ലഡ് പോകുന്ന കണ്ടാലാണ് അവർക്ക് അറിയാം. കാരണം അവർക്ക് ഈ സെൻസേഷൻ തന്നെ കുറഞ്ഞു, കാലിലേക്കുള്ള സെൻസേഷൻ അവർ കുറവായി. അപ്പോൾ മുറിവ് വന്നാൽ പോലും അറിയില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുറിവ് ചിലപ്പോൾ ഇവർക്കൊക്കെ ഉണങ്ങാൻ തന്നെ പ്രയാസമായിരിക്കും. കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ പോലും ചിലപ്പോൾ ഒന്നുകൂടായില്ല. അതാണ് പെരിഫറൽ ന്യൂറോപ്പതി ഒരു വലിയൊരു, ഈ ന്യൂറോപ്പതി ഒക്കെ എല്ലാം തന്നെ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ വരാതിരിക്കാൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവയവങ്ങളെ ബാധിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഓട്ടോണോമിക് ന്യൂറോപ്പതി ബാധിക്കുന്നത് തലച്ചോറ്, കണ്ണ്, ഹൃദയം, ആമാശയം, കിഡ്നി, ലൈംഗിക അവയവങ്ങൾ, മൂത്രാശയങ്ങൾ, ഇതിനൊക്കെയാണ് ഓട്ടോണോമിക് ന്യൂറോപ്പതി പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഇപ്പോൾ തലച്ചോറിനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല പ്രമേഹ രോഗികൾക്കും കുറേ കാലം എത്തുമ്പോൾ അൾഷിമേഴ്സ്, പാർക്കിൻസോണിസം ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് പല പ്രമേഹ രോഗികളിലും 15-20 വർഷം കഴിയുമ്പോൾ അത് പ്രധാനമായിട്ട് അത് വരാൻ കാരണം അതായത് കൃത്യമായ ചികിത്സ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. അതായത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ട് വരുന്നതാണ്. ഇപ്പോൾ ഈ അൾഷിമേഴ്സ്, പാർക്കിൻസോണിസം, പിന്നെ തലച്ചോറിൽ മുറിവുണ്ടാവുക, അങ്ങനെ പല തരത്തിൽ, ഇപ്പോൾ ഓർമ്മക്കുറവ്, തലവേദന, ചിലപ്പോൾ പറയുന്നതൊന്നും ഗ്രഹിക്കാനുള്ള കഴിവില്ലാതിരിക്കുക, ഇങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവാം. ഇങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളും തലച്ചോറിനെ ബാധിച്ചാലുണ്ടാവും. ഹൃദയത്തിനെ ബാധിച്ചാൽ ഇതേമാതിരി തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്. ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പ്രഷർ കൂടിയും കുറഞ്ഞു നിൽക്കും. ചിലപ്പോൾ നമ്മൾ പ്രഷർ തന്നെ താഴ്ന്നു പോകും ഹൃദയത്തിന്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ നേരം ഈ ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് BP താഴ്ന്നു പോയിട്ട് പെട്ടെന്ന് വീഴും. ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഈ ഹാർട്ടിൽ നിന്ന് കാലിലേക്ക് ഒക്കെ വരുന്ന ആർട്ടറികൾക്കൊക്കെ തടസ്സം നേരിട്ടിട്ട് കാലിൽ രക്തക്കൊഴലൊന്നും ശരിക്കും പ്രവർത്തിക്കില്ല. അപ്പോൾ കാലിൽ ചിലപ്പോൾ മുറിഞ്ഞാൽ വേദന കാണിക്കാത്തതും ഒക്കെ ഇതുകൊണ്ടുണ്ടാവുന്നതാണ്, ഈ ഹാർട്ടിനെ ബാധിച്ചാലുണ്ടാവുന്നതാണ്. ഇത് വളരെ ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കുന്നതാണ് ഈ ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ.
അതിങ്ങനെ പല രോഗികളും ആമാശയത്തിന് ബാധിച്ചിട്ട് ഡയബറ്റീസ് ആയിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർ ഒക്കെ പറയുന്ന ഒരു പ്രധാന ലക്ഷണം, ഒന്ന് ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ദഹിച്ചത് കുടലിലേക്ക് പോവാതിരിക്കുക. ചിലപ്പോൾ കുറച്ച് പോവും. അതിന് പറയുന്ന പേര് ഗ്യാസ്ട്രോപാരിസ് എന്നാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പോവുക, ദഹിച്ച ഭക്ഷണം ആമാശയത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ട് ഭക്ഷണം പകുതി പോവാതിരിക്കുക, പിന്നെ തീരെ പോവാതിരിക്കുക, പിന്നെ മലം കൂടുതലായിട്ട് പോവുക. ഇതൊക്കെ ആമാശയത്തിന് ബാധിച്ചാൽ വരുന്ന ലക്ഷണം. അതുപോലെ തന്നെ ഛർദി ഉണ്ടാവാം, വയറിളക്കം ഉണ്ടാവാം, വയറുവേദന ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള വയറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ആമാശയത്തിന് ബാധിച്ചാൽ കാണാറുണ്ട്. മൂത്രാശയത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രം ചിലപ്പോൾ തുടർച്ചയായി പോവുക, അവിടുത്തെ മസിലൊക്കെ വീക്കാവും, ചിലപ്പോൾ മൂത്രം പോവാതിരിക്കുക, മൂത്രത്തിൽ പഴുപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്കര വേദന, മൂത്രത്തിൽ കല്ലുണ്ടാവുക, അങ്ങനെ മൂത്രാശയത്തിൽ കല്ലുണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. ലൈംഗികാവയവങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ശേഷി കുറഞ്ഞു പോവും, ഇങ്ങനെ സ്പേം കൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളും ലൈംഗികാവയവങ്ങളെ ബാധിച്ചാൽ സ്പേമും ഓവം ഒന്നും ഉണ്ടാവില്ല. പ്രോക്സിമൽ ന്യൂറോപ്പതി എന്ന് മറ്റൊരു ന്യൂറോപ്പതിയാണ്. അത് പ്രധാനമായിട്ടും കാലുകൾ, ഈ നട്ടെല്ലിനെയാണ് ബാധിക്കാറ്. ഈ നട്ടെല്ലിനെ ബാധിച്ചാൽ നമുക്കിങ്ങനെ കസേരയിൽ ഇരുന്നാൽ അങ്ങോട്ട് പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല. നമ്മൾ രണ്ട് സൈഡിലും പിടിച്ചിട്ട് വേണം എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തുടയിലേക്കാണ് അതിൻ്റെ വേദന കൂടുതലായിട്ട് വരിക. നട്ടെല്ലിൽ നിന്ന് തുടയിലേക്കാണ് അത് വരിക. നമുക്കിങ്ങനെ പിടിച്ച് എണീക്കേണ്ടി വരും. പ്രോക്സിമൽ ന്യൂറോപ്പതിയുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ ഭയങ്കര നട്ടെല്ല് മുതൽ തുടയുടെ മുട്ട് വരെ നല്ല വേദന അനുഭവപ്പെടും. നല്ല ശക്തമായ വേദന, കുത്തിനോവ്, ഇതൊക്കെ അനുഭവപ്പെടും. അങ്ങനെ ഒരു ഇതാണ് പ്രോക്സിമൽ ന്യൂറോപ്പതി. ഫോക്കൽ ന്യൂറോപ്പതി മറ്റൊരു അവസ്ഥയാണ് ഈ ഡയബറ്റീസിൻ്റെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കണ്ണ്, മുഖം, കാൽപാദങ്ങൾ ഇതിനെയും ബാധിക്കാറ്. ഇപ്പോൾ ഫോക്കൽ ന്യൂറോപ്പതി കണ്ണിന് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ബാക്കിൽ ശക്തമായ വേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ആൾക്കാരെ നോക്കുമ്പോൾ രണ്ടായി കാണുക, നല്ല കണ്ണുവേദന അനുഭവപ്പെടുക. പിന്നെ അതൊരു ഫേസ് ഒരു വശത്തേക്ക് ഓടിപ്പോവുക, കാലിൻ്റെ അടിയിൽ കുത്തുന്ന പോലെ വേദന അനുഭവപ്പെടുക. ഇതൊക്കെ ഫോക്കൽ ന്യൂറോപ്പതിയിൽ ഉണ്ടാകുന്ന ചില പ്രധാന ലക്ഷണങ്ങളാണ്. നെർവ് എൻട്രാപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ കയ്യിനെ ബാധിക്കുന്ന ഒരു ഇതാണ്. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ആ അൾനാർ നെർവും മീഡിയൽ നെർവിനും ഈ ന്യൂറോപ്പതി ബാധിച്ചുണ്ടാവുന്നതാണ്. അപ്പോൾ കൈയിൻ്റെ പ്രവർത്തനം, കൈവിരലിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന ഒരിതാണ്. ശക്തമായ വേദന, നമ്മൾ കയ്യിൽ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വീണ് പോവുക. ഇതൊക്കെ നെർവ് എൻട്രാപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പ്രമേഹം സാധാരണ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തായാലും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലായാലും പ്രമേഹത്തിനായിട്ട് ആരും പരിശോധന നടക്കുന്നത് കുറവാണ്. വല്ല പ്രധാനപ്പെട്ട എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് ചികിത്സിക്കാൻ പോവുക, അപ്പോഴാണ് നമ്മൾ സാധാരണ പ്രമേഹം ഉണ്ടോ എന്നുള്ളത് നോക്കാറ് പതിവ്. ആ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട്, അല്ലാണ്ട് പ്രമേഹം ഉണ്ടോയെന്ന് ഒരാൾ ടെസ്റ്റ് ചെയ്യാറുള്ളത് വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ച് അവെയർനെസ് വന്നു തുടങ്ങി. ഇപ്പോൾ ഇപ്പോൾ നവംബർ 14 ഡയബറ്റീസ് ഡേ ഒക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറേ അവെയർനെസ് ഇപ്പോൾ പിന്നെ മീഡിയാസിലൊക്കെ നല്ല പരസ്യങ്ങളും ന്യൂസുകളും ഇതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ദോഷങ്ങൾ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കുറേ ആൾക്കാർക്ക് പരിശോധന നടത്തുന്നുണ്ട്. എന്നാലും പൊതുവേ നമ്മൾ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ അപ്പോൾ ഡോക്ടർ പറയുമ്പോൾ മാത്രം, നമ്മൾ സ്വയം പ്രമേഹം ഉണ്ടോ എന്ന് നോക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ചികിത്സിക്കേണ്ട ഒപ്പം തന്നെ നമ്മൾ ഇത് പരിശോധനയും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ 20 മുതൽ 75 വയസ്സ് വരെയുള്ളവരിൽ പലരും മാരക രോഗങ്ങൾക്കും കാരണം പ്രമേഹമാണ്. അന്ധത, ഹൃദ്രോഗം, സ്ട്രോക്ക്, ത്വക്ക് രോഗങ്ങൾ, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള കിഡ്നി രോഗങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ നേരത്തെ പറഞ്ഞ ന്യൂറോപ്പതിയുടെ രോഗങ്ങളൊക്കെ ഒരു കാരണം ഈ പ്രമേഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹത്തിന് മുൻകൂട്ടി നമ്മൾ പരിശോധന നടത്തി ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ആയുർവേദത്തിൽ പ്രമേഹത്തിനെ കുറിച്ച് പറയുന്നത് പഥ്യമായ വിഹാരങ്ങൾ കൊണ്ട് ജീവിക്കേണ്ട ഒരു രോഗം എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ഇതൊരു മഹാരോഗമായിട്ടാണ്. വാദവ്യാധി, അശ്മരി, കുഷ്ഠം, മേഹോദര, ഭഗന്ധര, അർശസ്, ഗ്രഹണി, അതായത് അതിൽപ്പെട്ട മഹാരോഗങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നതാണ്
നമ്മൾ പഥ്യമായ ആഹാരവിഹാരങ്ങളിൽ കൊണ്ട് ജീവിച്ചിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണമെന്നാണ് പ്രമേഹത്തിനെ കുറിച്ച് പറയുന്നത്. പ്രമേഹം മാറും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. വല്ല എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് 10,000-ൽ ഒരാൾക്ക് അങ്ങനെ മാറി. അതും സാധാരണ എന്തെങ്കിലും വല്ല പാൻക്രിയാസിൽ ബ്ലോക്ക് വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് മാറി. അല്ലാതെ പ്രമേഹം മാറുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ ഇപ്പോഴത്തെ ജീവിത രീതികളിൽ എളുപ്പമല്ല. ഇപ്പോൾ മുന്നത്തെ അപേക്ഷിച്ചത് വരെ തന്നെ സ്ത്രീകളിൽ പ്രമേഹം ഇപ്പോൾ കൂടി വരികയാണ്. അത് അവരുടെ ഒരു ജീവിത രീതിയിലുള്ള വ്യത്യാസം. മുന്നൊക്കെ സമ്പന്നരുടെ രോഗമായിരുന്നു. ഒരു 50 വർഷമൊക്കെ മുന്നൊക്കെ പറയുക ഇത് പണക്കാരുടെ രോഗമാണെന്നാണ്. ഇപ്പം അങ്ങനെയില്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മുടെ ജീവിത രീതി എന്നുള്ള മാറ്റമാണ്. ഇപ്പോൾ സ്ത്രീകളിൽ പ്രമേഹം കൂടാൻ കാരണം മുന്നേ സ്ത്രീകൾ കുനിഞ്ഞുള്ള ജോലികളൊക്കെ കൂടുതൽ ചെയ്തിരുന്നു. ഇപ്പോൾ അന്നൊക്കെ PCOD ഇപ്പോൾ തൈറോയിഡോ ആർത്തവക്രമക്കേടോ സ്ത്രീകളിൽ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേരും എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 50% പേരും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള സ്ത്രീകളാണ്. അതേമാതിരി അപ്പോൾ അതൊക്കെ പ്രമേഹം, അതായത് കുനിഞ്ഞെന്നുള്ള അടിക്കുക, തുടയ്ക്കുക, അരയ്ക്കുക, അലക്കുക, വെള്ളം കോരുക, ഇതൊന്നും ഈ സ്ത്രീകൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ദേഹം ഈ 30% ഒരു ഇതിൽ പറയുന്ന 30% കൊഴുപ്പ് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അടിഞ്ഞാൽ പ്രമേഹം ഉണ്ടാവാൻ കാരണമാവുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇപ്പം മുലയൂട്ടലിൻ്റെ അഭാവം, ഈ സ്ത്രീകൾ മുലയൂട്ടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ പ്രമേഹം ഉണ്ടാവാൻ കാരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഈ അവരുടെ ജീവിത രീതികളിൽ വന്ന മാറ്റങ്ങളിന് സ്ത്രീകളിൽ നിന്ന് പ്രമേഹം കൂടാൻ കാരണം. അതുമാതിരി ഒരു ഇതിൽ പറയുന്നത് 2 കുട്ടികളെ പ്രസവിക്കുക, അവർക്ക് പ്രമേഹം ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഭാരം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാൻ കാരണമുണ്ട്. പിന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടും പ്രമേഹം ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്.